എന്റെ ഈ യൂട്യൂബ് ചാനൽ നിഷ്പക്ഷമായി അഭിപ്രായം പറയുന്ന ഒരു ചാനലാണ്. എനിക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ഒരു പ്രത്യേക മമതയോ കടപ്പാടോ ഒന്നുമില്ല. എങ്കിൽ കൂടി പറയേണ്ട നിലപാടുകൾ പറയേണ്ട സമയത്ത് ഞാൻ പറയും. സത്യത്തില് കേരളത്തിലെ റവന്യൂ മിനിസ്റ്റർ കെ രാജനോട് എനിക്ക് വളരെയധികം ഇഷ്ടവും അദ്ദേഹത്തോട് എങ്ങനെയാണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം മന്ത്രിസഭ ഇപ്പം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ മന്ത്രിമാരൊക്കെ ഇറങ്ങും, പുതിയ മന്ത്രിസഭ ചിലപ്പം വരികയും ചെയ്യും. പക്ഷെ മന്ത്രിസഭയിൽ ഇരുന്നിട്ട് പിരിയുന്ന സമയത്തും അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരു ആരോപണം പറഞ്ഞിരുന്നു, കൂലിപ്പണിക്കാരനാണെന്ന്. തീർച്ചയായും അദ്ദേഹം കൂലിപ്പണിക്കാരനായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കാണാൻ ഇടയായി. കൂലിപ്പണിക്കാരൻ എന്ന് പറഞ്ഞ് തന്നെ ആ പേര് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണെന്ന് പറഞ്ഞ കേരളത്തിലെ റവന്യൂ മന്ത്രി, റവന്യൂ ആണ് അയാൾ കൈകാര്യം ചെയ്യുന്നതും കൂടി നമ്മൾ നോക്കണം. മന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാനൊരു രാജാവെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ അതില് അദ്ദേഹത്തിന് ഞാനൊരു കൂലിപ്പണിക്കാരനായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു ലെവലേഷൻ പോലും അദ്ദേഹത്തിന് ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഒരു ജാള്യത ഒന്നും ഉണ്ടായില്ല. ഇത്തരം മന്ത്രിമാരെ നമ്മൾ ഒരു 100 ലൈക്ക് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ തൃശ്ശൂരിൽ നിന്ന് ഒരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. PC ജോഷിയുടെയും രാജേഷ് റാവുവിന്റെയും P കൃഷ്ണപിള്ളയുടെയും ഒക്കെ സ്മരണകൾ പകർന്ന ഈ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ആ കൂലിപ്പണിക്കാരന്റെ ഹൃദയവികാരങ്ങളും വേദനകളും അറിയുന്ന തൊഴിലാളികളുടെയും കൂലിപ്പണിക്കാരുടെയും ഒക്കെ വേദനകൾ അറിയുന്ന ഒരു മണ്ണിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു സമ്മാനമായി സുഹൃത്തുക്കളിൽ നിന്ന് അത് ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, എന്നെ നികൃഷ്ടനാക്കാനോ എന്നെ തള്ളിപ്പറയാനോ വേണ്ടിയാണല്ലോ കൂലിപ്പണിക്കാരന്റെ പേര് ഉപയോഗിച്ചത്. അപ്പൊ കൂലിപ്പണിക്കാരനെ കുറിച്ച് ഈ പറയുന്നവരുടെ സങ്കല്പം എന്തായിരിക്കും? ഓരോരുത്തരുടെയും സംസ്കാരത്തിനും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ചേർന്ന വിധത്തിൽ അങ്ങനെ പറയുന്നതിൽ ഒരു പ്രശ്നവും എനിക്കില്ല. വളരെ അഭിമാനത്തോടെ ഞാൻ അത് ഏറ്റെടുത്തതായി സവിനയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.